പെമ്പിളെ ഈ ഫയല് ഓഫീസിന്റെ മേശപ്പുറത്ത് വെച്ച് എന്റെ ജോലി മണി 5 കഴിഞ്ഞോളൂ. മരുന്നില്ലയോ? രാഘവപിള്ള പൊയ്ക്കുള്ളൂ. എനിക്ക് കുറച്ച് ജോലി കൂടി തീർക്കാനുണ്ട്. മിസ്റ്റർ ജേക്കബ് 2 ദിവസം ലീവ് ആയതുകൊണ്ട് ആ ജോലി കൂടി സോമൻ സാറിന്റെ തലയിൽ. ഓ എന്ന് മിസ്റ്റർ സോമൻ കൂടുതൽ ജോലി ചെയ്യുന്നതുകൊണ്ട് മനപ്രയാസം ലീലമ്മയ്ക്കാണ്. എന്താ മിസ്റ്റർ സോമൻ? ഓ ഒന്ന് ചുമ്മാ രാഘവപിള്ള സാർ. ആർക്കും ഒരു പരാതിയും വേണ്ട. ഞാനിത് എഴുന്നേറ്റ് കഴിഞ്ഞു. താൻ സമ്മേളനത്തിന് പോകുന്നില്ലയോ? എവിടെയാ സമ്മേളനം? സുപ്രസിദ്ധ കലാകാരന്മാരും സാഹിത്യകാരന്മാരും ദിവാൻജിയും പൊന്നുതമ്പുരാനും എല്ലാം പങ്കെടുക്കുന്നുണ്ടല്ലോ. കാര്യം ഞാനങ്ങ് മറന്നുപോയി. നമുക്ക് എളുപ്പം പോകാം. സമയം പോയി. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. സമ്മേളനം കസറിയില്ലേ തോമാ? ആ ഉദ്ഘാടകന്റെ പ്രസംഗം എന്നെ വല്ലാതെ ഹരം പിടിച്ചു. എന്തുകൊണ്ട് രാമായണത്തിനും ഭാരതത്തിനും ശേഷം അത്തരമൊരു മഹത് ഗ്രന്ഥം ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല? ഓ അത്രത്തോട്ട് എത്തിയണല്ലേ? അത് കുറച്ച് ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. കലയും സാഹിത്യവും ആരുടെയും കുത്തകയിൽ. അത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമാണ്. ഉഗ്രമായ തപസ്സുകൊണ്ടേ ഉത്തമ സാഹിത്യം ഉണ്ടാകും. അത് ഉദ്ഘാടകൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്താ തപസ്സിന് വല്ല പ്ലാനൊക്കെ ഉണ്ടോ? ആ പ്രസംഗം എന്നെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. ഈ പോക്ക് വല്ലാത്തതാ. ഏത് പെണ്ണാ സാറിനെ കളിച്ചിരിക്കുന്നത്? ഏത് പെണ്ണാണ് ഇങ്ങോട്ട് വിട്ടേക്ക്. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് എത്തിക്കുന്നതായിരുന്നു ഞാൻ. നിങ്ങൾക്ക് ഈ കല്യാണക്കാര്യം അല്ലാതെ മറ്റൊന്നും ചിന്തിക്കാനില്ലേ? ചെറുക്കണ സാറേ, ഞങ്ങളും കല്യാണപ്രായക്കാരല്ലേ? എല്ലാവരും പോയിട്ടാണ് രാവിലെ എന്തെങ്കിലും ജോലി ചെയ്യുന്നു. മനുഷ്യരെ ഉപദ്രവിക്കാൻ വന്നിരിക്കുന്ന യൂസ്ലെസ് ഫെലോസ്. അതിനെന്തിനാണോ 2 മാസത്തെ ലീവ്? അമ്മയ്ക്ക് വലിയ നിർബന്ധമാണ് ഞാൻ കുറച്ചുനാൾ വീട്ടിൽ കഴിയണമെന്ന്. പിന്നെ അച്ഛനും നല്ല സുഖമില്ലാതിരിക്കുകയല്ലേ, പാർട്ടിഷന്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മിസ്റ്റർ മോഹൻ, നിങ്ങൾ അറിയില്ലേ നാളെ മുതൽക്ക് മിസ്റ്റർ സോമൻ 2 മാസത്തെ ലീവ് എടുത്തിരിക്കുന്നു. എടുത്താക്ക് പറഞ്ഞു. അങ്ങനെയുണ്ടോ സാറേ? കുഴപ്പമല്ലോ ആണോ? ഏയ് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി 2 മാസം റെസ്റ്റ് എടുത്ത് ചോദിക്കാൻ പോകുന്നു. അയ്യോ, ലീല ഇതെറിഞ്ഞാൽ ചങ്ക് പൊട്ടിച്ചാകും. എന്തിനാ? ലീലയ്ക്ക് നിങ്ങളെന്ന് വെച്ചാൽ പ്രാണനാ. മോഹൻ, എനിക്ക് നിങ്ങൾ കരുതുന്ന പോലെ ലീലയോട് പ്രത്യേക ഒന്നുമില്ല. എന്റെ അമ്മാവന്റെ മകൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. ഓഹോ, അങ്ങനെയാണോ? എന്നിട്ട് ഞങ്ങൾ ഇവിടെയുള്ളവരൊക്കെ പൊട്ടം കളിപ്പിക്കായിരുന്നല്ലേ? മിസ്റ്റർ മോഹൻ, ഇത് സെക്രട്ടേറിയറ്റാണ്. ഇത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അതെ അതെ. കല്യാണ കാര്യങ്ങളും മറ്റെല്ലാം വീട്ടിൽ പോയി സംസാരിക്കാം. എന്താ മിസ്റ്റർ സോമൻ? ഈ വിളക്കൊന്ന് കത്തിച്ചു വെക്കണം. വരണം വരണം. എല്ലാരും ഉണ്ടല്ലോ. ഏതായാലും വന്ന് നന്നായി. എന്റെയും നളിനിയുടെയും കല്യാണം നടക്കാൻ പോവുകയാണ്. നടക്കില്ല. നിന്റെ തന്ത വിചാരിച്ചാൽ നടക്കില്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ നടക്കും. പരിഭ്രമിക്കേണ്ട. അതെന്റെ ആളുകളാണ്. നിങ്ങളൊക്കെ വധുവിന്റെ ആളുകളല്ലേ? എന്താ ഇവിടെ ആൾക്കാർക്ക് പന്തില്ലായ? പിന്നെ എവര് പറയുന്നു കല്യാണം നടക്കില്ലെന്ന്? സാറിനെ അടിക്കൊന്ന്. ആരാ പറഞ്ഞത്? അതാരാ അത്രയ്ക്ക് പേരുകളുണ്ട്? ആളെ ഒന്ന് കാണണമല്ലോ. ഒരു കാര്യം ഞങ്ങൾ പറയാം. ഇവിടെ തകരാറൊന്നും നിങ്ങൾ ഉണ്ടാകണ്ട. ഞങ്ങൾ ഒരു തീരുമാനമെടുത്ത് അവിടെ വന്നിരിക്കണം. ഇത് കണ്ടോ, ഈ കല്യാണം ഭംഗിയായിട്ട് ഞങ്ങൾ നടത്തും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ സഹകരിക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഭംഗിയായിട്ട് നമുക്കിവിടുന്ന് പിരിയാം. എല്ലാരും ആറാപ്പ് വിളിക്കാൻ. ആറാപ്പ് വിളിക്കാൻ തന്നെ ഞാൻ മിടുക്കരാ സാറേ. ഞാൻ വിളിച്ചു തരാം. നിങ്ങളെല്ലാം ഏറ്റു വിളിച്ചോ. വരൂ വരൂ, വേഗം വരൂ. വിളക്കെവിടെ? വിളക്കെവിടെ? പെൺകുട്ടിയെ കൊണ്ടുവരൂ.
അടുത്തേക്ക് നിർത്തുവോ? ഇനി എല്ലാരും ഏറ്റു വിളിച്ചോ. സാറ് കഥ എഴുതാൻ വന്നതാ, ഒടുവിൽ കല്യാണം കഴിഞ്ഞ് പിരിഞ്ഞു. അല്ലയോ കുട്ടം പിന്നെ? അമ്മാവാ, ഇവിടെ നടന്നതെല്ലാം കൂടി ഒന്നിച്ചൊന്ന് എഴുതിയാ മതി, ഒന്നാം തരം കഥയായി.